പഴയ ഒരു ശിഷ്യനും ആശാനും ഉണ്ടായിരുന്നു. അവർ പല പല പരിപാടികൾ നടത്തി. ഒരു മരുന്ന് കച്ചവടം നടത്തി, അത് പൊളിഞ്ഞു. പിന്നീട് സർക്കസും കൊണ്ട് ഇറങ്ങി, അതും പൊളിഞ്ഞു. ഇപ്പം പുതിയൊരു പദ്ധതിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തുവാണെന്ന് അറിയണ്ടേ? കൊള്ള സങ്കേതം. അതെന്തോ ആവോ എന്തോ, നമുക്ക് കണ്ടറിയാം. എന്റെ ദൈവമേ, ഒരു കൊള്ള സങ്കേതം കിടക്കുന്ന കിടപ്പ് കണ്ടോ? തൂത്തട്ടുമില്ല, വാരിയില്ല. എങ്ങനെ ഒരുത്തനെ ഇവിടെ പിടിച്ചോണ്ട് വരും? ഞാൻ പറഞ്ഞ എന്നാ ഒരു വേലക്കാരിയെ വെക്ക്. അത് പറ്റത്തില്ല, എന്നെ അങ്ങാർക്ക് വിശ്വാസമല്ല. ഇപ്പം എന്നോട് പറയാണ് ക്രിസ്മസ് വരുവാണ്, ക്രിസ്മസ് ട്രീ ഒരുക്കണം. അതാണ്ട് ഇത്, അത് കൊള്ള സങ്കേതമായതുകൊണ്ട് ഇതിനകത്ത് വെടിയുണ്ടേയും തോക്കും ഒക്കെ കെട്ടി അത് ഞാൻ ചെയ്യും. അങ്ങാരുടെ കൂട്ട് വിവരക്കേട് ഞാൻ ചെയ്യും. അത് ഞാൻ ചെയ്യത്തില്ല. പക്ഷെ പുള്ളിക്ക് എപ്പോഴും ഒരു ശീലമുണ്ട്. കണി കണ്ടിട്ടേ പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി വരും. ഇനി അതിന് എന്തോ ഞാൻ നോക്കട്ടെ. ഇപ്പം വിളിക്കുമെന്നെ. മോഹനാ, കണി റെഡിയാന്നോ? ആ ആണേ. എന്നാ കണിയും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ വരുവാ. ഞാൻ കണ്ണു തുറക്കട്ടെ? തുറന്നോ. ദൈവമേ ചീറ്റി. എടാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കണി കാണാൻ തോക്ക് വെക്കുമ്പോ ഈ കുഴൽ എന്റെ നെഞ്ചത്തിന് നേരെ വെക്കരുത് പറഞ്ഞിട്ടുണ്ട്. അബദ്ധവശാൽ നിന്റെ വിരളി ഈ കാഞ്ചിയെ കൊണ്ടാ മാറ്റി എന്നോട് ഞാൻ പറഞ്ഞു കൊണ്ടുവെക്കണ എവിടെയും. അതല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. എന്തുവാ നീ ചോദിക്കുന്നത്? ഈ ചെരുപ്പ് ഞാൻ തപ്പിക്കൊണ്ട് നടക്കുന്നു. എന്റെ ചെരുപ്പ് ഏത് ചെരുപ്പ്? ഈ ചെരുപ്പ് അതെന്താ പറ്റിയറിയോ? മോനെ, അത് ഞാൻ ബുദ്ധിപരമായിട്ട് കളിച്ചതാ. എടാ, നമ്മുടെ ഒരു ഓപ്പറേഷൻ അങ്ങ് പാളി. നമ്മൾ രണ്ടും ഓടുവാ. ഓടുന്ന പോലീസ് നോക്കണ ഇത് ആരാ ഓടിയെന്ന് എങ്ങനെ അറിയും? ബുദ്ധി വേണം, ബുദ്ധി. അവനങ്ങ് ഏച്ചു. ആ മോനെ, നിന്റെ ഇടയ്ക്കിടയ്ക്ക് ഈ തൊപ്പി എടുത്തറിയുന്നേ? അതറിഞ്ഞ ആശാനിലേ പറഞ്ഞ നമ്മളെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ചെറിയ ക്യാപ്പിട്ട് കളിക്കണം. ക്യാപ്പിട്ട് കളിക്കാനല്ല, ഒരകല സംസാരത്തിൽ ഉണ്ടായിരിക്കണം പറഞ്ഞു. മനസ്സിലായോ? തെറ്റിപ്പോയതാ. ഇന്നത്തെ പദ്ധതികളെ കാര്യങ്ങളൊക്കെ പറഞ്ഞാട്ടെ. ഞാൻ ആശാൻ. ഇതൊക്കെ ഇന്ന് നമ്മുടെ പദ്ധതി എന്തുവാണ് ആശാൻ? പദ്ധതി എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ ബാങ്ക് കൊള്ളയടിക്കുന്നു. അപ്പൊ ഞാൻ ഇന്നലെ പോയി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. മാപ്പ് ഞാൻ പറഞ്ഞുതരാം. അത്രയ്ക്ക് വലിയ തെറ്റുവെല്ലാം ചെയ്തോട്. എടാ, ഇതിന്റെ മാപ്പ് പറയട്ടെ. നോക്ക്, സൂക്ഷിച്ചോ. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. തെറ്റി തിരിച്ച് വെച്ചോ. അപ്പൊ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. താമസമില്ലാത്ത വീട്, ചിറ്റിരാജുവിന്റെ വീട്, സുധയുടെ വീട്, രാമേന്ദ്ര കൊച്ചാന്റെ വീട്, ബാങ്ക്. 45 കിലോമീറ്റർ വരും. ഈ 45 കിലോമീറ്ററിൽ നമ്മൾ തുടങ്ങുന്നത് ഇവിടെ ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നും നമ്മൾ ഇറങ്ങുന്നു. അതെങ്ങനെ ശരിയാവും? എന്താ, ഇവിടെ നമ്മളാണല്ലോ താമസിക്കുന്നത്, പിന്നെ ഇവിടെ എങ്ങനെ ആൾ താമസമില്ലാതാകും? ബാങ്ക് കൊള്ളയടിക്കുന്നില്ല. ബാങ്ക് കൊള്ളയടിക്കണ്ടേ? അടിക്കണോ? അതായത് ഇത് ആൾതാമസമില്ലാത്ത നമ്മുടെ വീട്. അതെങ്ങനെ ആൾ താമസമില്ല? നമ്മൾ ഇവിടെ അല്ല താമസിക്കുന്നത്, പിന്നെ എങ്ങനെ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ട് നിന്റെ പണി നോക്ക്. ബാങ്ക് കൊള്ളയടിക്കുന്നില്ലെന്ന്. ബാങ്ക് കൊള്ളയടിക്കണോ? എത്ര നേരമായി? എടാ, ഇത് ആൾതാമസമില്ലാത്ത നമ്മുടെ വീട്. നമ്മുടെ വീട്ടിലല്ലേ നമ്മൾ താമസിക്കുന്നത്? ആൾ താമസമില്ലാതാകും. ആൾതാമസമില്ലാത്ത ഈ വീട്ടിലല്ല, ഈ തലയ്ക്കകത്ത. എടാ, ഈ ആൾതാമസം ഇല്ലാത്ത വീട്ടിൽ നിന്ന് നമ്മൾ നേരെ പോന്നു. ഇവിടെ താമസമില്ല. അവിടെ നമ്മൾ എന്തിനു താമസിക്കണം? അതവിടെ ആൾതാമസമില്ല. അവിടുന്ന് നേരെ പോന്നു. ഇടത്തോട്ട് കയറുമ്പോ ചിറ്റിരാജുവിന്റെ വീട്, അവിടുന്ന് ഇങ്ങോട്ട് കയറുന്നു സുധയുടെ വീട്. അയ്യോ, ചിറ്റിരാജുവിന്റെ മുറ്റത്തുനിന്ന് അങ്ങോട്ട് കയറുന്നതാ സുധയുടെ വീട്. എളുപ്പം. എടാ, സുധയുടെ അവിടെ എന്തിനാ പോവാ? ചിറ്റിരാജിന്റെ അവിടെ പോകാനൊക്കത്തില്ല. അവന്റെ പലിശയ്ക്ക് പൈസ എടുത്താ ഈ ജാറും തോക്കും ബീപ്പിയും മേടിച്ചേ. അവന്റെ പൈസ കൊടുക്കണ്ടേ? അപ്പൊ നേരെ നമ്മൾ സുധയുടെ അവിടെ ചെല്ലുന്നു. എന്നോട് എന്തിനാ അത് പറയുന്നത്? സുധയുടെ വീട് വഴി കള. വീട് കള. സുധയുടെ അവിടെ നേരെ പോന്നു. രാമേന്ദ്ര കൊച്ചാട്ടന്റെ വീട് നീ കണ്ടിട്ടുണ്ടോ? ഏത് രാമേന്ദ്രൻ കൊച്ചാട്ടൻ? രാമേന്ദ്ര കൊച്ചാട്ടനെ അറിയത്തില്ല? എടാ, അവിടെ ജനിച്ചു വളർന്ന രാമേന്ദ്ര കൊച്ചാട്ടനെ നിനക്ക് അറിയത്തില്ല? മിനിഞ്ഞാന്ന് ഇവിടെ വാടകയ്ക്ക് വന്ന സുധയെ അറിയാം. വന്നേ. അപ്പൊ ഇവിടെ നമ്മൾ രാമേന്ദ്ര കൊച്ചാട്ടന്റെ വീട് കഴിയുന്നു. നേരെ അങ്ങേ ഭിത്തി എന്ന് പറഞ്ഞ ബാങ്കിന്റെ ഭിത്തിയാ. തുറക്കട്ടെ ഞാനത്. കടന്നു തുറക്കാതെ ഇങ്ങോട്ട് വാ. ബാങ്കിന് ഭിത്തി കണ്ടല്ലോ. അപ്പൊ ഞാൻ ഇന്നലെ ശകലം ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ കൺട്രോളൊക്കെ കയറി പിടിച്ചോ? നീ പിടിച്ചതല്ല,
ഞാൻ അവിടെ ചെന്ന് ഇന്നലെ ബാങ്കിന്റെ ഭിത്തി കണ്ടപ്പോഴേ അവിടെ CC ഇട്ട ക്യാമറ 4 ഇരിക്കുക. അയ്യോ, CC ഇട്ട ക്യാമറയല്ല, CCTV ക്യാമറ. ഈ ക്യാമറ ഞാൻ കണ്ടു. ഈ 4 ക്യാമറ ഞാൻ പ്ലാസ്റ്റിക് പേപ്പർ ഇട്ട് ഫ്രണ്ടിൽ നിന്ന് പൊതിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് പൊതിഞ്ഞിട്ട് നമ്മുടെ ഈ അലാറം അടിക്കുന്ന മൈക്ക് ഉണ്ടല്ലോ, അതിന്റെ വയർ കട്ട് ചെയ്തു. എന്നിട്ട് ഈ ബാങ്ക് തുറക്കേണ്ട അത്രയും ഭാഗം ഞാൻ പേന കണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നീ ചെന്ന് തുറന്നാ മതി. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്താണ് കാര്യം? നമുക്കേ ഈ പണി അങ്ങ് നിർത്തിയിട്ട് വേറെ വല്ലതും ജോലിക്ക് പോയാലോ? ജോലിക്ക് പോയി ജീവിക്കാനോ? അതിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യം നമ്മുടെ തോക്കല്ലേടാ ഇരിക്കുന്നത്. ആഹാ, തോക്കിന് ലൈസൻസ് വേണ്ടേ? ലൈസൻസ് 2 വീലറും 4 വീലറും ബാഡ്ജ് ഇരിക്കുക. അത് കുഴപ്പമില്ല. അല്ല, അത് ഒരാളെ വെടിവെച്ച് കൊല്ലണമെങ്കിൽ ലൈസൻസ് വേണ്ടേ എന്നായി ചോദിക്കുന്നത്. എടാ, ഒരുത്തനെ വെടിവെക്കാൻ കൊല്ലാൻ ചെല്ലുമ്പോ അവൻ എന്നോട് ചോദിക്കും, നിന്റെ ലൈസൻസ് ഉണ്ടോടാ? ചോദിക്കത്തില്ല, അവൻ ചോദിക്കത്തില്ല. പോലീസ് ചോദിക്കും. പോലീസിനോട് പറഞ്ഞിട്ടാണ് അവനെ കൊല്ലാൻ പോന്നെ. എടാ, അത് തന്നെയുമല്ല, പോക്ക് കൈവശം വെക്കണമെങ്കിൽ ലൈസൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ലൈസൻസ് എന്ന് പറഞ്ഞിട്ടില്ല. 2 വീലർ ആയാലും മതി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കാട്ടിലെങ്ങാനും കയറി അങ്ങ് വെടിവെച്ചാലോ? അവിടെ അതിന് ഉന്നം വേണ്ടേ? അത് ഞാനിപ്പോ ഉണ്ടാക്കി തരാം. എങ്ങനെ ഉന്നം തരിക്കും. തോക്കെടുക്ക. തോക്കെടുത്തിട്ട് തോക്കെടുത്തിട്ട് ഇതേലോട്ട് ആശാനൊന്ന് വെടിവെച്ചേ. ഇതല്ലോട്ടോ, ഇത്രയും വലിയൊരു ബീപ്പ വിടുന്നിട്ട് ഇതേ കൊള്ളുന്നില്ല. പണി നോക്ക്. പിന്നെ വെടിയുണ്ടയുടെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. പാലസ്തീനിൽ വെടിവെപ്പ് കരാർ നിർത്തി ഒപ്പും വെച്ചു. അവർക്ക് ഇനി ഉണ്ടയുടെ ആവശ്യമില്ല. ഒരു 3 ദിവസം നമ്മളൊന്ന് മെനക്കെട്ടാൽ 2-3 ചാക്ക് വെടിയുണ്ട കൊണ്ടുവരാം. ചാക്കെടുക്കട്ടെ? ചാക്ക് നമുക്ക് അല്ല, അത് അന്നേരം പോയാ മതി. അങ്ങനെ പോയാ മനസ്സിലായല്ലോ. രാത്രി കിടന്ന് ചിരിക്കുന്നുണ്ട്. എന്ത് വരുന്നു? ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടോ? അടിപൊളി ഒരു സ്വപ്നം കണ്ടു. അടിപൊളിയാന്ന് പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ ഒരു വഞ്ചി ഞാൻ കുത്തിപ്പൊളിക്കുവാണേ. വഞ്ചി കുത്തിപ്പൊളിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു 500 നോട്ട് വലിക്കുന്നു. ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു കല്ലിന്റെ പുറത്തിരുന്നാന്നോ? അതെങ്ങനെ മനസ്സിലായി? എന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് എന്നെ വാ കുത്തി പറഞ്ഞ് നാക്കിനിട്ട് വലിച്ചു പറിച്ചിട്ട് 500 രൂപ എടുത്തന്നോ? 500. എന്നിട്ട് 500 രൂപ എന്ത്? 500 രൂപ എടുക്കുമ്പോഴത്തേന് പോലീസ് വന്നില്ലേ? പോലീസ് വന്നോ? നീ തെളിഞ്ഞിരിക്കുമ്പോഴോ പ്രയോജനമില്ല. ഉറക്കത്തിലെങ്കിലും ഒരു ഗുണം വേണ്ടടാ. ഉറക്കത്തിലെങ്കിലും ഒരു ഗുണം വേണ്ടേ? എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞാൻ കരുതാണ്ട് ഇതെന്തോ ഈ കഴുത്തെ കെട്ടി തൂക്കിട്ടേക്കുന്നു. ഇത് സലാഡ്. അയ്യോ, അത് വലിയ കൊള്ളക്കാർക്കുള്ള സംഭവം. അത് തന്നെയല്ല, അത് 4 കിലോ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ ചത്ത് വീഴുകയും ചെയ്യും. അത് സൈനൈഡ്. ഇത് സലാഡ്. നാളെ നമ്മൾ സാധനം മേടിക്കുമ്പോ അടിക്കാൻ വേണ്ടേ? അതിന് ടച്ചിങ് കെട്ടിയിട്ടേക്കോ സലാഡ്. മോനെ, ഇത് കെട്ടിയുടെ കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അടിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് ടച്ചിങ് കൊണ്ടു തന്നെ എന്തുവാന്നറിയോ? ഷാമ്പു. ഇതെടുത്ത് കുടിച്ച് ഞാൻ പിറ്റേ ദിവസം രാവിലെ പറമ്പിൽ പോയിരുന്നപ്പം എനിക്ക് മഞ്ഞുമലയുടെ മണ്ടായിരിക്കുന്ന ഒരു ഫീല്. എന്നിട്ട് അങ്ങനെ പറമ്പിൽ ഇരുന്നൊരുത്തം വിളിച്ചു ചോദിക്കുക, ആരാണ് അവിടെ മഞ്ഞുമല ഉണ്ടാക്കുന്നത്? അത് വരാതിരിക്കാനാണ് ഈ സലാഡ്. ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കടയിൽ പോകാൻ തുടങ്ങുമായിരുന്നു. എന്തിന്? സർഫെക്സൽ മെഡിക്കൽ. അതല്ല, തുണി കഴുകുന്നതല്ല. അയ്യോ, ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. സമ്മാനം? നീയോ? എവിടുന്ന് എടുത്തോണ്ട് വാടാ. അതങ്ങനെ എടുത്തോണ്ട് വരാൻ പറ്റത്തില്ല. എന്താ കാരണം? കാരണമുണ്ട്. പറയടാ. ഞാന് ഇന്നലെ സിനിമയ്ക്ക് പോയില്ലേ? ഞാൻ സിനിമ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നപ്പം ഒരു പയ്യൻ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചോണ്ട്. എന്താണ് അവൻ സംസാരിച്ചത്? അവൻ സംസാരിക്കുന്നത് അവന്റെ വീട്ടിൽ ഇഷ്ടംപോലെ പണം ഇരിപ്പുണ്ട്. എന്നിട്ട് പക്ഷേ ആ പണം ചെലവാക്കണം. ഇവൻ എന്തെങ്കിലും ആപത്തുണ്ടായാലും അവരമ്മ ഈ പൈസ ഇവന് കൊടുക്കത്തുള്ളൂ. അപ്പൊ അവന്റെ അമ്മയുടെ കസ്റ്റഡിയിലാണ് പൈസ. അന്ന് കേട്ടപ്പോഴേ ഞാൻ ഉടുത്ത തുണി എടുത്ത് അവന്റെ തലയെ കൂടെ കെട്ടി ഇവിടെ വരിഞ്ഞവർക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സാധനം എടുത്തോണ്ട് വരാം. ഇന്ന് കളി കാണിച്ചു കൊടുക്കാമല്ലോ. ഇന്നാണ് ഇവിടെ അംഗം നടക്കുന്നത്. കൊള്ളാം. വെൽഡൻ. ഞാനൊന്ന് നോക്കട്ടെ. ഇത് എവിടെ നിന്ന് കിട്ടിയെന്നാ പറഞ്ഞേ? ഇത് സിനിമ കണ്ടിട്ട് വരുന്ന വഴിക്ക് അവിടെ തന്നെ കൊണ്ടുവിട്ടേ. എന്തുവാ ഈ സാധനം? പഴയ ഒരു ഐറ്റം ആയിരുന്നു. ഇവനെങ്കിലും എന്റെ കൈ വന്ന് കയറി. നീ അല്ലേ കൊണ്ടുവന്ന? രാത്രിയല്ലായിരുന്നു. കാരണം എന്തുവാ? അത് പോട്ടെ, ഇവനെ കൊണ്ടുവന്നില്ല. അവന്റെ അമ്മയുടെ പൈസ ഇരിപ്പുണ്ടെന്നല്ലേ പറഞ്ഞത്? പൈസ ഉണ്ടോ? അത് ഇവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. വീട്ടിൽ വിളിച്ചോട്ട് പറയാം, നിങ്ങളുടെ മകനെ വിട്ടു തരണമെങ്കിൽ പൈസ തരണം. ഒരു കാര്യം ചെയ്യ്, അവന്റെ വീട്ടിൽ വിളിപ്പേര്. ഓക്കെ. എന്തില്ല, ഒരു മിനിറ്റ് ടോർച്ച് അടിക്കാം. എന്തിനാ ടോർച്ച് അടിക്കുന്നത്? എങ്ങനെ? നീ അപ്പൊ പഴയ സിനിമ ഒന്നും കണ്ടിട്ടില്ലയോ? ഇവിടെ ഡൂമൊന്നും ഇല്ല, വയറിംഗ് പണി നടക്കുന്നുള്ളൂ. ഇപ്പൊ ഇത് വേണം. അതിന്റെ ഒരു ഇതുണ്ടാക്കാൻ സെറ്റപ്പിന് വേണ്ടിയാ. എന്റെ കണ്ണിലൊന്നും അടിക്കല്ലേ? ഇല്ല, കണ്ണിലടിക്കത്തില്ല. ഫോൺ നിന്റെ വീട്ടിൽ വിളിക്കാൻ ഫോൺ. ഫോൺ. അച്ഛനാ? ഹലോ. എടാ, നിന്ന് ചിരിക്കാതെ കാര്യം പറയടാ.
CM കൊള്ളസംഘ കേന്ദ്രം. നിങ്ങളുടെ മകളെ ഞങ്ങൾ ഇവിടെ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത്ര പണം തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മകനെ ഞങ്ങൾ വിട്ടുതരും. നമ്മുടെ ഇഷ്ടികയിലാന്ന് പറ, കസ്റ്റഡിയിലാന്ന് പറ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. വിട്ടാൽ അയാൾ കയറി ചൊറിയുന്നോ? അതല്ല, എത്ര രൂപ ചോദിക്കണം? എത്ര രൂപയോ? എടാ നിങ്ങളെ റേഷൻ കാർഡ് ഏത് കളറാ? റേഷൻ കാർഡ് ഏത് കളറാ? എടാ 5 പിടിച്ചാൽ അത് BP അല്ല. ഹലോ, നിങ്ങളുടെ മകനെ വിട്ടു തരണമെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ ഞങ്ങൾ തരേണ്ടതായി. എന്റെ പൊന്നെ, നമുക്ക് വേണം പൈസ. ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ തന്നാൽ നിങ്ങളുടെ മകനെ ഞങ്ങൾ വിട്ടുതരും. ഇങ്ങോട്ട് ബാക്കി ഞാൻ പറയാം. ഹലോ, ABM മോട്ടോഴ്സ്. KCM കൊള്ളസംഘ കേന്ദ്രം. KCM കൊള്ളസംഘത്തിന്റെ തലവനാണ് വിളിക്കുന്നത്. എങ്ങനെ നിങ്ങളുടെ മകനെ പട്ടിണിക്കിടരുതെന്നോ? കൊള്ള. ഇന്നലെ 3 പ്രാവശ്യം ചിക്കൻ ബിരിയാണി മേടിച്ച് കുഴച്ച് കൊടുത്ത് 1 ലിറ്റർ പാല് 15 ബിസ്ക്കറ്റ് കൂടെ കുഴച്ച് തിന്നോണ്ടിരിക്കുക. മനസ്സിലായല്ലോ? പിന്നെ പൈസയുടെ കാര്യം അത് നമ്മൾ തങ്ങളിൽ ഒരു കോംപ്രമൈസ്. എടാ മോഹന, ഞാൻ പറയാൻ ഉദ്ദേശിച്ച വാക്ക് പറ. കേട്ടോ, പറഞ്ഞ കേട്ടല്ലോ. അത്രയും രൂപ തന്നാൽ നിങ്ങളുടെ മകനെ ഞങ്ങൾ വിട്ടുതരാം. എന്തോ എങ്ങനെ എന്താ പാടാ? ഇവൻ ഇവിടെ 3 നേരവും ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കുമല്ലയോ? ഇവന്റെ അച്ഛൻ അവിടെ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുക. ഉള്ളിയെ കുടുങ്ങി തട്ടിക്കൊണ്ട് വരാമോ? നല്ല ഇടപാടായി പോയല്ലോടാ ഇത്. ഇപ്പൊ 2 എണ്ണത്തിനും കൂടെ ചുമക്കണോ? വേണ്ട, അകേശ കിടക്കല്ല. നീ അവിടെ നിൽക്ക. കത്തി മോനെ. ആജോ എന്തോ ചെയ്യാനാ? നിന്നെ എന്തോ ചെയ്യാനാ? നിനക്കേ ഫോണടിക്കുന്നു. അവിടെ അച്ഛനായി. ഹലോ, എങ്ങനെ എന്താണ് പുള്ളി പറയാ? നമ്മൾ എപ്പോഴാ പുള്ളിയെ കൊണ്ടുവരാൻ അങ്ങോട്ട്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? എനിക്കറിയത്തില്ല. ഇന്നെ പിറന്നാളാ. കേട്ടോന്നെ, അവന്റെ പിറന്നാളില്ലേ, നമുക്കൊരു ആശംസ വീഡിയോ ഇട്ട് കൊടുത്താലോ? ഒന്ന് കളയില്ല. നിങ്ങൾ കേക്ക് മേടിക്കുക. കേക്ക് മേടിക്കുക. എനിക്ക് നിനക്കിപ്പോ എത്ര വയസ്സായി? 28 വയസ്സാ. എന്നാൽ 50 തോന്നുമല്ലോടാ? ഇല്ല, 28 വയസ്സാ. ജനന തീയതി അറിയാമോ? അറിയാം. 1/1/2001. ഇതൊക്കെ അറിയാം. ഒന്നൊപ്പിച്ചു. ഫാൻസി നമ്മ ഒരു അച്ഛന് ഭയങ്കര ഇഷ്ടമാ. അതിന് അപ്പൊ അമ്മ പ്രസവിച്ചു കൊടുത്തയാ. അച്ഛന് അച്ഛൻ രാവിലെ എഴുന്നേറ്റ് പോകും. വളയും റിബണൊക്കെ വിൽക്കുന്ന കടയില്ലയോ, അതിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും. ഫാൻസി കടയില്ലയോ, അതുകൊണ്ട്. പിന്നെ ഫാൻസിന് ഇറങ്ങത്തില്ല. മുണ്ട് കാണുന്ന കളിയാ. ഫാൻസിട്ടുണ്ടോ? അമ്മയുടെ പേരെന്തുവാ? വിൻസി. അച്ഛൻ മാറ്റിയതാ. നേരത്തെ വിഷയം എന്നായിരുന്നു. തന്നെ കൊള്ളാം. CMC കൊള്ളസംഘ കേന്ദ്രം പറയൂ. ആരാ? ആകെ പാട. പുള്ളി ഇപ്പം പറയുന്നത് എന്തോ, ഇവന്റെ അച്ഛൻ റൂട്ട് മാപ്പ് അയച്ചു കൊടുക്കാമോ? പുള്ളി അത് അല്ലെങ്കിൽ ചോദിച്ചു പറഞ്ഞു. എന്നാലും അവൻ ഇവിടെ വന്നേ അടങ്ങും. എനിക്കറിയത്തില്ല. അച്ഛനെ കൊണ്ടുവരില്ലേ? നിങ്ങളുടെ കൊള്ളസംഘം അളുമ്പാക്കും. വീട് അളുമ്പാക്കി ഇട്ടേക്കുവാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അനുഭവം ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കൊണ്ടുവരല്ലേ. ഞങ്ങള് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചോട്ടെ. എന്തുവാ? നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞില്ല. എന്റെ മോതിരിടിയിലൊക്കെ കഴിഞ്ഞാ. എന്നിട്ട് അപ്പൊ മോതിരിട്ട് ഞാൻ ഇങ്ങനെ ടൗണിൽ വന്നപ്പോ സർക്കസുകാരന്മാർ 2 മാജിക്ക് കാണിക്കാന്നും പറഞ്ഞ് എന്റെ മോതിരം മേടിച്ച് പഴത്തിനകത്ത് കയറ്റിട്ട് പിന്നെ അത് തന്നതും ഇല്ല. കല്യാണം മുടക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ കൂട്ടുകാരന്മാര് പറഞ്ഞ് ഞാൻ ആരോടാ പറയുന്നേ? ഇല്ല, ആ വിഷയം വിട്ട പാവങ്ങൾ. അമ്മ പ്രാഗോ എന്തോ? അമ്മ പ്രാവി. അവര് രക്തഛർദിക്കൂന്ന് പറഞ്ഞു. എടാ പാവങ്ങൾ, അവര് ജീവിച്ചപ്പോ. പാവങ്ങളല്ലേ മോനെ, അവര് ജീവിച്ചു പോട്ടെ. എന്റെ കല്യാണം മുടക്കിട്ട് അവര് ജീവിക്കണ്ടെന്ന് അമ്മ പറഞ്ഞ്. കഷ്ടം. പിന്നെ അത് കഴിഞ്ഞ് എന്റെ കൂട്ടുകാർ പറഞ്ഞ് നീ പ്രണയിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ രാവിലെ പള്ളിയുടെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും പ്രണയിക്കാൻ. ഒരു പെണ്ണുങ്ങളും എന്നെ നോക്കത്തില്ല. ഞാൻ സുന്ദരനല്ലയോ? നീ സുന്ദരൻ. അപ്പൊ നീ കണ്ണാടി നോക്കിയില്ലേ? ആ കണ്ണാടി നോക്കാനെ കൊണ്ട് അച്ഛൻ സമ്മതിക്കത്തില്ല. അതെന്താ? അച്ഛന് കണ്ണിന് കാഴ്ച കുറവാ. അപ്പൊ ഈ കാഴ്ച കുറവായ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു മുഖത്ത് കണ്ണാടി വെക്കണമെന്ന്. അതുകൊണ്ട് അച്ഛൻ ഭിത്തിന്ന് ആ കണ്ണാടി ഇളക്കി ഇപ്പൊ മുഖത്ത് വെച്ചോണ്ട് നടക്കും. ഞാൻ നോക്കാൻ ചെന്ന് കഴിഞ്ഞാ അച്ഛൻ നിന്ന് തരത്തില്ല. എന്തോ ചെയ്യാൻ പറ്റും? എന്റെ ദൈവമേ. അച്ഛൻ വിളിക്കുവോ? ഹലോ, പറയൂ. അതാന്നോടാ? എന്താ പുള്ളി പറയാ, പുള്ളിക്ക് ഒരാഴ്ച നിൽക്കാനുള്ള ഡ്രസ് എല്ലാം ബാഗിനകത്താക്കി ഇവന്റെ കൂടെ ഉള്ള തുണിയോടെ എടുക്കട്ടെ. ഈ ഒരു കാര്യം, നമുക്ക് ആദ്യം അവനെ തട്ടണം. ഓക്കെ, എന്നിട്ട് ബാക്കി കാര്യം. ഓക്കെ ബോസ്. രണ്ടിനെയും കൊല്ലും കേട്ടോ. പറഞ്ഞു മനസ്സിലായി. ഞാനൊരു കാര്യം നീ പിന്നെ പോക്കറ്റ് വണ്ടിക്കുള്ളി വല്ല ഉണ്ടോ ഉണ്ടെങ്കിൽ ഇവനെ പിടിച്ചു കൊടുക്കള. കളയുവാന്ന് എന്നെ 3 കൊണ്ട് കളഞ്ഞാ മതി. ഞാൻ 3 കണ്ടിട്ടില്ല. കൊണ്ട് കളയാൻ പോവാ. വണ്ടിക്കുള്ളി ഉണ്ടോ നോക്കാം. ഒരു പൈസ ഇല്ല. ലോട്ടറി
വലിച്ചു അവന്റെ ലോട്ടറി എത്തുന്ന ആൾക്കാർ പണ്ടൊക്കെ ലോട്ടറിയും കൊണ്ട് നടക്കുന്നത് നിനക്ക് നാളില്ലാതെ നിനക്ക് അതാ എന്താ കൊല്ലണോ കൊല്ലണോ ആരെ എനിക്കിവനെ കൊല്ലണോ എനിക്കിവനെ കൊല്ലണോ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ 2ാം ശനിയാഴ്ച ചിട്ടിരാജ് വരുന്ന ദിവസം ഇവനെ കൊന്ന് ഇവന്റെ അപ്പനെ കൊന്ന് ഓണത്തിന് ഞാൻ ഇവിടുന്ന് പമ്പ കടക്കുവേ മോഹന മോഹന ഞാനിപ്പോ എന്തുവാടാ പറഞ്ഞേ മോഹന ഞാൻ എന്തുവാടാ പറഞ്ഞേ ഇവനെ കൊല്ലുവെന്ന് എങ്ങനെ എനിക്കറിയത്തില്ല അയ്യോ, എന്റെ ദൈവമേ, മനസ്സറിയാതെ ഇപ്പൊ ശവം എന്നെ കൊല്ലുവോ ഞങ്ങൾ രണ്ടിനെ ഇങ്ങനെ ഇരുന്ന് ജീവിക്കാൻ നീ വിളമാട്ടെ നിന്നെ കൊല്ലണോ 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 ഇവനെ കൊല്ലണോ നിനക്ക് നിനക്കോ ആശാന് കൊല്ലണോ ഞാൻ നിന്നെ സഹായിക്കാം നിനക്കറിയാമോ ഈ കിഴങ്ങനെ ഇല്ല 10 തലയായവന് പക്ഷെ 10 എണ്ണം കൊണ്ടും ഒരു പ്രയോജനമില്ല ഞാൻ കൊല്ലും അച്ഛൻ വിളിക്കുന്നു പറ്റ് ചെയ്ത് വിടാ ഈ ഫോൺ എടുത്ത് കളടാ ഈ ഫോൺ എടുത്ത് കളടാ പിന്നെ അച്ഛൻ വിളിക്കുക കട്ട് ചെയ്ത് വിടാ കൊല്ലണോ കൊല്ലണം കൊല്ലണം അച്ഛൻ വിളിക്കും ചെയ്ത് വിടാ അച്ഛൻ ഇങ്ങനെ വിളിച്ച എന്താണ് ആവശ്യം കാണും അന്നാ കൊടുക്കടാ ഹലോ എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല അച്ഛാ രവിയാണന്റെ കയ്യിന്ന് ലോട്ടറി എടുത്ത് അടിച്ചോ എത്ര രൂപ 1 കോടി രൂപയോ എന്റെ ലോട്ടറി എന്തിയേ മോഹൻ അവന്റെ ലോട്ടറി എന്തിയേ അതിൽ ഞാൻ വലിച്ചു തീർക്കണം അയ്യോ അതിന് 1 കോടി രൂപ അടിച്ചെന്ന് അച്ഛൻ പറയുന്നു കൈ വന്ന് കേറിയ ഭാഗ്യദേവത നീ പുറകാൻ അടിച്ച് കളഞ്ഞോടാ പാപി അടിച്ചായിരുന്നു അത് ലോട്ടറി അടിച്ചെന്ന് അച്ഛൻ പറഞ്ഞു ലോട്ടറിക്കാരൻ വീട്ടിൽ വന്നു ഇനിയിപ്പോ ഇത് വെച്ച് നീട്ടിട്ട് കാര്യമില്ല എന്താ ചെയ്യാൻ പോവാ എന്താ ചെയ്യാൻ പറ്റുന്ന അടിച്ചങ്ങ് തീർക്കും ഞാൻ പിന്നെ ഒരു മിനിറ്റ് ഇത് കൊണ്ട് ഇവിടെ കൊണ്ട് തീരുന്നില്ല പിന്നെ ഇവന്റെ കാര്യം അത് നമുക്ക് പിന്നെ കാണാം